ക്രിക്കറ്റ് മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിൽ ഇന്നൊരു ഗംഭീര മത്സരം നടക്കുകയുണ്ടായി. ജാർഖണ്ഡും നമ്മുടെ കേരളവും തമ്മിൽ ഒരു കിടിലൻ മത്സരം. ഈ ഒരു മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്തത് ജാർഖണ്ഡ് ആയിരുന്നു. അവർ നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 311 എന്ന പടുകൂറ്റൻ സ്കോറാണ് ആദ്യം ബാറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. മറുപടി ബാറ്റിംഗിൽ ഓപ്പണർമാരായിട്ടുള്ള സഞ്ജു സാംസണും ക്യാപ്റ്റൻ രോഹൻ കുന്നുമലും തകർപ്പൻ പ്രകടനം നടത്തിയപ്പോൾ തന്നെ കേരളം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. യെസ്, പൊളിച്ചടുക്കി സഞ്ജു സാംസൺ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാമല്ലോ, ഈ ഒരു സീസണിൽ വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിൽ ആദ്യമായിട്ടാണ് ഇത് സഞ്ജു കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ സഞ്ജു സാംസൺ പൊളിച്ചടുക്കിയ സെഞ്ചുറിയുമായി തീർച്ചയായിട്ടും ഇവിടെ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഗംഭീര പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും. 95 പന്തിൽ 101 റൺസാണ് സഞ്ജു സാംസൺ എടുത്തതെങ്കിൽ ക്യാപ്റ്റൻ രോഹൻ കുന്നുമലും തകർപ്പൻ പ്രകടനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. 78 പന്തിൽ 124 റൺസ് എടുത്തുകൊണ്ട് രോഹൻ കുന്നുമൽ തന്നെയാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറായി മാറിയതും. ഇരുവരും ചേർന്നുകൊണ്ട് ഓപ്പണിംഗ് വിക്കറ്റിൽ 25.2 ഓവറിൽ 212 റൺസിന്റെ കിടിലൻ പാർട്ട്ണർഷിപ്പും ഉയർത്തിയതോടുകൂടെ കേരളം അപ്പോൾ തന്നെ അവിടെ വിജയം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. 8 ഫോറുകളും 11 സിക്സറും പറത്തിക്കൊണ്ട് 78 പന്തിൽ 124 റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹനെ മടക്കി വികാസ് സിംഗ് കൂട്ടുകെട്ട് പൊളിച്ചെങ്കിൽ കൂടി പിന്നാലെ സഞ്ജു സാംസണും തകർത്തടിക്കാൻ തുടങ്ങുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. 90 പന്തിലാണ് സഞ്ജുവിന്റെ സെഞ്ചുറി തികയുന്നത്. 95 പന്തിൽ 9 ഫോറുകളും 3 സിക്സറുകളും പറത്തിക്കൊണ്ട് സഞ്ജു സാംസൺ 248 റൺസ് സ്കോർ ബോർഡിൽ ചേർത്തതിന് ശേഷമാണ് മടങ്ങിയിട്ടുണ്ടായിരുന്നതും. ഏതായാലും പിന്നീട് അപരാജിതും അതേപോലെ തന്നെ വിഷ്ണു വിനോദും ചേർന്ന് കേരളത്തിന്റെ വിജയം സമ്പൂർണ്ണമാക്കുകയായിരുന്നു. തകർപ്പൻ വിജയമാണ് കേരളം സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും വേൾഡ് കപ്പിന് മുന്നോടിയായി സഞ്ജു സാംസൺ കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ ഈ ഒരു വർഷം സെഞ്ചുറിയുമായി പൊളിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ആരാധകർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യവുമാണ്. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.